സർക്കാർ ചടങ്ങിനിടെ ഡോക്ടറുടെ മുഖത്തു നിന്നും നിഖാബ് മാറ്റാൻ ശ്രമിച്ച് വിവാദത്തിലായി ബീഹാർ മുഖ്യമന്ത്രി. ആയുഷ് ഡോക്ടർക്ക് നിയമന കത്ത് കൊടുക്കുന്നതിനിടയിൽ നിതീഷ് കുമാർ മുഖ്യമന്ത്രിയാണ്, അദ്ദേഹം ആ സ്ത്രീയുടെ നിക്കാബ് പിടിച്ച് വലിക്കുന്ന ഒരു സീൻ, മുഖത്തിടുന്ന ഒരു നിക്കാബാണ്. വീട്ടിലെ പെണ്ണുമ്പിള്ളയുടെ ബ്ലൗസ് വലിച്ച് കീറുന്ന ലാഘവത്തോടെ നീ പിടിച്ച് വലിച്ചത്. മുഖ്യമന്ത്രി ആയാലും അതിന് ഏത് പരമോന്നതമായ നീതി വഹിക്കുന്ന ആളാണെങ്കിലും ചില മര്യാദകളുണ്ട്. അതില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിപ്പം ബീഹാറിൽ ഒന്നാമത്തെ സംഭവമല്ല. ഒരു 2-3 ദിവസത്തിന് മുമ്പ് ഒരുത്തൻ്റെ തുണി ഉരിഞ്ഞ് നോക്കി അവൻ്റെ തുമ്പ് വെട്ടിയിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് അവനെ ചെവിയിൽ പ്ലെയർ ഇട്ട് മുറിച്ച് കഴിവേറ്റി. काफी रात हुआ तो हमको कहा किया कि पैट खोल के उसके बाद फिर देखा कि मियाँ जी है, मेरे पैट को खोल के पेट्रोल डाल दिया. അതും ഈ ബീഹാറിൽ തന്നെയാണ്. നിങ്ങളൊന്ന് ഓർക്കേണ്ട കാര്യമുണ്ട്, ഇത് ഇന്ത്യയാണ്. ഇന്ത്യ ഒരു മതേതര രാജ്യമാണ്. ഏതാനും ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഏതാനും ചില വ്യക്തികൾക്ക് വേണ്ടി മാത്രമായിട്ട് തീരെഴുതി കൊടുത്ത ഒന്നല്ല. കടന്നു കയറി വരുന്ന ഓരോ മതങ്ങൾക്കിടയിലേക്ക് കുത്തിത്തിരുകിക്കൊണ്ടിരിക്കുന്ന വർഗീയത, വർഷങ്ങളായിട്ട് ഇതൊന്നും ഇല്ലാതിരുന്ന ഈ ഇന്ത്യയിൽ ഇതൊരു പുതിയ സംഭവമായിട്ട് കാണാൻ കഴിയില്ല. ഇത് നാളുകളായി തുടർന്നു കൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു നീതി നിങ്ങളുണ്ടാകണം, ഒരർഹിക്കണം. ആ ഒരു ചടങ്ങിൽ ആ ഒരു സ്ത്രീയുടെ നിക്കാബ് വലിച്ച് താഴ്ത്തിയപ്പോൾ ആരുമില്ലാത്ത തെരുവിൽ ഒരു പെണ്ണിൻ്റെ മടിക്കുത്തിൽ പിടിക്കുന്നതിന് തുല്യമല്ലേ? ഇത്രയും ജനങ്ങളുടെ മുമ്പിൽ വെച്ച് ആ ഒരു നിക്കാബ് വലിച്ച് നീക്കേണ്ട ഒരു കാര്യമില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ചടങ്ങിലേക്ക് വരുന്നവർ അവരുടെ ഐഡൻറ്റിറ്റി വെളിവാക്കണം, ഇങ്ങനെയുള്ള വസ്ത്രങ്ങൾ ധരിച്ച് വരാൻ പാടില്ല എന്നൊരു നിർദ്ദേശം കൊടുക്കാം. പക്ഷെ അതില്ല. ഇപ്പം എന്തായാലും ആ ഒരു സ്ത്രീ അതിന് ആ ഒരു ജോലിയോട് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് ഒഴിവായിട്ടുണ്ട്. ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കട്ടെ, ഇഷ്ടമുള്ള ആഹാരങ്ങൾ കഴിക്കട്ടെ, ഏത് രാത്രിയും ഏത് പകലിലും സഞ്ചരിക്കാൻ അർഹതപ്പെട്ടവർ സഞ്ചരിക്കട്ടെ. എന്തിനാണ് മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറി അവരുടെ ഉറക്കം കെടുത്തുന്നത്? ഇതിനെതിരെ പ്രതിഷേധിക്കാനും പാട്ടുപാടാനൊന്നും ആരുമില്ല. എല്ലാം അവസാനിച്ച് എന്ന് കരുതിയിരിക്കുമ്പോൾ ഒന്നും അവസാനിച്ചിട്ടില്ല, തുടങ്ങുന്നതേ ഉള്ളൂ.